യേശുവിനെ സ്നേഹിക്കുന്നവരെ, യേശു സ്നേഹിക്കുന്നവരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും ഇപ്പോഴും എപ്പോഴും എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ അടിയറ വയ്ക്കാനുള്ളത് യേശുവാകുന്ന വചനത്തെ, നമുക്ക് അനുഗമിക്കാനുള്ളത് യേശുവാകുന്ന വചനത്തെ, നമുക്ക് അനുകരിക്കാനുള്ളത് യേശുവാകുന്ന വചനത്തെ, നാം കേൾക്കേണ്ടത് യേശുവിൻ്റെ വചനങ്ങളെ, നാം പ്രഘോഷിക്കേണ്ടത് യേശുവിൻ്റെ വചനങ്ങളെ, നാം അനുസരിക്കേണ്ടത് യേശുവിൻ്റെ വചനങ്ങളെ. ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ ക്രൈസ്തവൻ്റെ ജീവിതവും വചനബദ്ധമായിട്ടുള്ള ജീവിതമാണ്, വചന നിയന്ത്രിതമായിട്ടുള്ള ജീവിതമാണ്, വചനോന്മുഖമായിട്ടുള്ള ജീവിതമാണ്. വചനത്തോട് നാം നമ്മെ തന്നെ ചേർത്ത് കെട്ടി വചനബദ്ധം, വചനത്താൽ നാം നീക്കപ്പെട്ട് വചന നിയന്ത്രിതം, വചനത്തോടൊപ്പം പിതാവിൻ്റെ കൈകൾ ചെന്ന് പറ്റി, എല്ലാവരുടെയും കൈകളിൽ ചെന്ന് പറ്റി, കാഴ്ചയായിട്ട് കാണിക്കയായിട്ട് ദൈവത്തിൻ്റെയും എല്ലാവരുടെയും ആകുക വചനോന്മുഖം. ഇത് സാധിക്കണമെങ്കിൽ യേശുവാകുന്ന വചനം നമ്മിലേക്ക് ഇറങ്ങി വരണം. യേശുവിൻ്റെ വചനങ്ങളെ നാം കേൾക്കണം, ശ്രവണം. കേട്ട വചനം നമ്മുടെ മനസ്സിലേക്ക് നീങ്ങണം. വചനത്തിൻ്റെ വിളി, വചനത്തിൻ്റെ വിധി, നമ്മെ പിതാവിന് സ്വന്തമാകാനായിട്ട് വിളിക്കുന്ന വചനം, എല്ലാ മനുഷ്യർക്കുമായിട്ട് നമ്മെ തന്നെ മുറിച്ചു വിളമ്പി കൊടുക്കാനായിട്ട് വിധിക്കുന്ന വചനം, ആ വിളിയും വിധിയും നമ്മുടെ മനസ്സിൽ ആകണം. മനനം. അതിനെ നാം സ്നേഹിക്കണം, ഹൃദിസ്ഥമാക്കണം, ഹൃദയത്തിൽ പിടിച്ചു നിർത്തണം, അതാചരിക്കണം, അനുഷ്ഠിക്കണം. നിധിധ്യാസനം. ദൈവത്തിൻ്റെ വചനത്തെ നിധി പോലെ കാത്ത്, ആ വചനത്തിൻ്റെ പ്രകാശത്തിൽ, ആ വചനത്തിൻ്റെ വഴിയിൽ, ആ വചനത്തിൻ്റെ ജീവനോടുകൂടി ദൈവത്തിന് സ്വന്തമാകാനുള്ളവർ, മനുഷ്യർക്ക് സംലഭ്യമാകാനുള്ളവർ, എല്ലാ മനുഷ്യർക്കും ആരെയും ഒഴിവാക്കാതെ, കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ദേവാലയത്തിലായാലും പ്രാർത്ഥനാ ഗ്രൂപ്പിലായാലും ലോകത്തിലായാലും തൊഴിൽ സ്ഥലത്തിലായാലും ശത്രുക്കളുടെ ഇടയിലായാൽ പോലും എല്ലാവർക്കും യേശുവിനോടൊപ്പം എല്ലാമാകുന്നതിനുള്ള വിളി, സ്നേഹമാകുന്നതിനുള്ള വിളി ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുന്നതിനുള്ള വിളി. എല്ലാ മനുഷ്യരെയും ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും സർവ്വജനങ്ങളെയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുന്നതിനുള്ള വിധി. ദൈവത്തിന് സ്വന്തമാകാൻ യേശുവിൽ വിളിക്കപ്പെട്ടിരിക്കുന്നവർ, മറ്റുള്ളവർക്ക് സ്വന്തമാകാൻ യേശുവിൽ വിധിക്കപ്പെട്ടിരിക്കുന്നവർ. ഇതാണ് പ്രിയപ്പെട്ടവരെ വചനത്തിലുള്ള ജീവിതം. ഇതാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിലുള്ള ജീവിതം. ഇതാണ് പ്രിയപ്പെട്ടവരെ സഭയിലുള്ള ജീവിതം. ഇതാണ് പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യത്തിലുള്ള ജീവിതം. ഇതാണ് പ്രിയപ്പെട്ടവരെ യേശുവിലുള്ള ജീവിതം. ഇതാണ് പ്രിയപ്പെട്ടവരെ വചനത്തിൻ്റെ കന്യകയായിരിക്കുന്ന നമ്മുടെ തിരുമാതാവിലുള്ള ജീവിതം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വചനം നമ്മിലേക്ക് ഇറങ്ങി വന്ന വചനം നമ്മുടെ മനസ്സിലേക്ക് പ്രസരിച്ചു. മനസ്സിൽ പ്രസരിച്ച് മനസ്സിനെ പ്രകാശിപ്പിച്ച വചനം വീണ്ടും നിധി പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് വചനത്തിൻ്റെ ശക്തി കൊണ്ട്, വചനത്തിൻ്റെ പ്രേരണ കൊണ്ട്, വചനത്തിൻ്റെ ഉൾത്തള്ളൽ കൊണ്ട് എല്ലാ ദിവസവും ദൈവത്തിലേക്ക് നിർബാധം യാതൊരു തടസ്സവും കൂടാതെ വിരിയുന്ന ആളുകൾ, ഉണരുന്ന ആളുകൾ, ഉയരുന്ന ആളുകൾ. അതുപോലെ തന്നെ വചനത്തിൻ്റെ പ്രേരണ കൊണ്ട്, വചനത്തിൻ്റെ പ്രകാശം കൊണ്ട്, വചനത്തിൻ്റെ പ്രചോദനം കൊണ്ട് എല്ലാ ദിവസവും എല്ലാവരിലേക്കും സ്നേഹത്തിൻ്റെ സന്ദേശവുമായിട്ട് നീങ്ങുന്ന, ചലിക്കുന്ന, അടുക്കുന്ന, ബന്ധപ്പെടുന്ന, യോജിക്കുന്ന ആ കണ്ണികൾ, ശൃംഖലകൾ നമ്മളായിത്തീരും. വചനം നമ്മിലേക്ക് ഇറങ്ങി വരണം. ഇറങ്ങി വന്ന വചനത്തെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മൾ പ്രഘോഷിക്കണം. കീർത്തനം,
ദൈവത്തിൻ്റെ മുമ്പിൽ പ്രഘോഷിക്കണം, മനുഷ്യരുടെ മുമ്പിൽ പ്രഘോഷിക്കണം. സ്നേഹത്തോടുകൂടി, ആനന്ദത്തോടുകൂടി, നന്ദിയോടുകൂടി, ഉപകാരസ്മരണയോടുകൂടി, പൂർണ്ണ ഹൃദയത്തോടുകൂടി, സർവാത്മന. ദൈവമേ, എല്ലാം നിൻ്റെ അനുഗ്രഹം, ദൈവമേ എല്ലാം നിൻ്റെ ആത്മാവിൻ്റെ കൃപ, ദൈവമേ എല്ലാം യേശുവിൻ്റെ ശക്തി, ദൈവമേ എല്ലാം സുവിശേഷത്തിൻ്റെ പ്രേരണ, ദൈവമേ എല്ലാം സഭയുടെ അനുഗ്രഹം, ദൈവമേ എല്ലാം ദിവ്യകാരുണ്യത്തിൻ്റെ കാരുണ്യം, യേശുവിൻ്റെ കാരുണ്യം. അങ്ങനെ നമ്മൾ സ്തുതിക്കണം, പ്രഘോഷിക്കണം, ഒരുമിച്ച് സ്തുതിക്കണം, തനിച്ച് സ്തുതിക്കണം, ദേവാലയത്തിൽ സ്തുതിക്കണം, പ്രാർത്ഥനാ മന്ദിരങ്ങളിൽ സ്തുതിക്കണം. അങ്ങനെ സ്തുതിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളുകൾ വചനമായിട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് സുഗന്ധ ധൂപമായിട്ട്, അതുപോലെ തന്നെ ആത്മാവിൻ്റെ ദീപമായിട്ട് ഉയരുകയും കത്തിജ്വലിച്ച് പ്രകാശിച്ച് നിൽക്കുകയും ചെയ്യും. ആ പ്രഘോഷണത്തിൽ നമ്മുടെ ഉള്ളുകൾ, നമ്മുടെ വാക്കുകൾ എല്ലാവരിലേക്കും ഒരുപോലെ ഒപ്പം നീങ്ങി നമ്മൾ എല്ലാവർക്കും ഉള്ളവരാകും. എല്ലാവർക്കും സ്നേഹം, എല്ലാവർക്കും സമാധാനം, എല്ലാവർക്കും സഹായം, എല്ലാവർക്കും ആലംബം, എല്ലാവരോടും നന്ദി, എല്ലാവരോടും കൃപ. ഇങ്ങനെ നമ്മൾ വചനം ശ്രവിച്ച് വചനത്തെ കീർത്തിച്ച് ജീവിക്കുമ്പോൾ മൂന്നാമതൊരു വലിയൊരു അനുഭവം, വലിയൊരു ഉൾത്തള്ളൽ, വലിയൊരു ഉൾപ്രേരണ, വലിയൊരു ഉൾപ്രകാശം നമുക്കുണ്ടാകും. അതെന്താണെന്ന് ചോദിച്ചാൽ സ്മരണം. ദൈവത്തിൻ്റെ വചനത്തെ മറക്കാതെ കണ്ട് സദാ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുന്നതിനാണ് സ്മരണം എന്ന് പറയുന്നത്. ദൈവം എനിക്ക് എത്രയോ നല്ലവനായിരുന്നു, ദൈവം എന്നോട് കാണിച്ചിരിക്കുന്ന കൃപകൾക്ക് അളവില്ല, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉപകാരങ്ങളുടെ ആഴങ്ങൾക്ക് അളവുകളില്ല. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി, സ്തുതി, സ്തോത്രം ഒന്നും മറക്കാതെ എല്ലാം ഓർത്ത് എല്ലാറ്റിനെ പ്രതിയും നന്ദി പറഞ്ഞും സ്തോത്രം ചെയ്തും സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ആരാധിച്ചും സമർപ്പിച്ചും, അങ്ങനെയൊക്കെ ചെയ്യാതെ പോയതിനെക്കുറിച്ച് മനസ്തപിച്ച് ദുഃഖിച്ച് പ്രതിജ്ഞയുള്ളവരായി, ദൈവമേ ഞാനിനി നിനക്ക് വേണ്ടി, ദൈവമേ ഞാനിനി നിന്നിൽ, ദൈവമേ ഞാനിനി നിന്നോടുകൂടി, ദൈവമേ ഞാൻ സർവസ്വവും എന്നെ മുഴുവനും നിനക്ക് സമർപ്പിക്കുന്നു, എന്നെ നീ നിൻ്റേതാക്കണമേ. പക്ഷേ ഈ സ്മരണയ്ക്കായിട്ട് നമ്മൾ നമ്മുടെ മനസ്സുകളെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ഓർമ്മയെ ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കുമ്പോൾ അതിൽ ദൈവം വചനമായിട്ട് വീണ്ടും ഇറങ്ങി വരും. ആ വചനം നമ്മോട് പറയും, നീ മറക്കരുത്, ആരെയും മറക്കരുത്, കാരണം എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നവരാണ്, എല്ലാവരും നിന്നെ താലോലിക്കുന്നവരാണ്, എല്ലാവരും നിനക്ക് നന്മകൾ വരുത്തുന്നവരാണ്. ഒരുപക്ഷെ നീ ധരിച്ചിട്ടില്ലായിരിക്കാം. നിൻ്റെ സ്നേഹം സ്വീകരിക്കാനായിട്ട്, നിനക്ക് സ്നേഹം നൽകിക്കൊണ്ട്, നിന്നിൽ നിന്നുള്ള ഉപകാരങ്ങൾ സ്വീകരിക്കാനായിട്ട്, നിനക്ക് നാനാതരത്തിലുള്ള ഉപകാരങ്ങൾ നൽകിക്കൊണ്ട്, നിൻ്റെ ശത്രുക്കൾ പോലും നീ വിചാരിക്കാത്ത തരത്തിൽ, നിനക്ക് മനസ്സിലാകാത്ത തരത്തിൽ, ഓരോരോ തരത്തിൽ നിനക്ക് തന്നെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും അങ്ങനെ ദൈവത്തിലേക്ക്, മറ്റുള്ളവരിലേക്ക് കൂടുതൽ ശക്തിയാർന്ന് ഉത്സാഹത്തോടുകൂടി ഉന്മേഷത്തോടുകൂടി നീങ്ങാനും സഹായിച്ചിട്ടുള്ളവരാണ് നിൻ്റെ ശത്രുക്കൾ പോലും. അങ്ങനെ വരുമ്പോൾ പ്രാർത്ഥനയുടെ മനുഷ്യന്, ശ്രവണത്തിൻ്റെ മനുഷ്യന്, കീർത്തനത്തിൻ്റെ മനുഷ്യന്, സ്മരണത്തിൻ്റെ മനുഷ്യന് ഒരാളെയും ഒരു നാളും ഒരു കാരണത്തെ പ്രതിയും മറക്കാനില്ല ഓർമ്മ. പ്രിയപ്പെട്ടവരെ, പലരും ഇന്ന് പറയുന്നത്, അച്ചോ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു, കുടുംബത്തിന് വേണ്ടി ചെയ്തു, മക്കൾക്ക് വേണ്ടി ചെയ്തു, എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി ചെയ്തു, പക്ഷേ അവരാരും എന്നെ ഓർക്കുന്നില്ല അച്ചോ, അവരൊക്കെ എന്നെ മറന്നു പോകുന്നു, എന്നെ അംഗീകരിക്കുന്നില്ല, എൻ്റെ പേരെടുത്ത് പറയുന്നില്ല, എന്നെ കാണുമ്പോൾ മാറിപ്പോകുന്നു. ഈ വിസ്മരണം, അതിൻ്റെ വിനകൾ എല്ലാ മനുഷ്യരും ഇന്ന് ഓരോരോ തരത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മറന്നുപോകൽ. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ മനുഷ്യന് മറന്നുപോകലില്ല, സമർപ്പണത്തിൻ്റെ മനുഷ്യന് മറന്നുപോകലില്ല, കാഴ്ചവയ്പ്പിൻ്റെ മനുഷ്യന് മറന്നുപോകലില്ല, നന്ദിയുടെ മനുഷ്യന് മറന്നുപോകലില്ല. കാരണം അയാളെല്ലാം ഓർത്ത് എല്ലാറ്റിനെയും ദൈവത്തിൻ്റെ കൃപയായിട്ട് കണ്ട്, ദൈവമേ ഓർമ്മ, ദൈവമേ സമർപ്പണം, ദൈവമേ കാഴ്ചവയ്പ്പ്, ദൈവമേ സന്തോഷം, ദൈവമേ സ്നേഹം, ദൈവമേ സ്തുതി എന്ന് പറഞ്ഞ് ഒന്നും മറക്കാതെ കണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് പിറകോട്ട് പോയിട്ട് ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തോർത്ത് ദൈവത്തിന് സ്തുതി ചൊല്ലി
ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയുടെ, സ്തുതിയുടെ, സ്തോത്രത്തിൻ്റെ, മഹത്വത്തിൻ്റെ ഒരു ചെറിയ പുഷ്പമായിട്ട് ലിസുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ നിറഞ്ഞു നിൽക്കുന്ന, വിരിഞ്ഞു നിൽക്കുന്ന ആളുകളായിട്ട് അവർ മാറും. ഇത് വന്നു കഴിയുമ്പോൾ അവർ തന്നെ പറയും, അച്ചോ, അവർ മറന്നു, ഇവർ മറന്നു, അവർ നന്ദി കാണിച്ചില്ല, അവരെന്നെ എടുത്തു പറഞ്ഞില്ല, അവർ വിസ്മരിച്ചു, ഇവരവഗണിച്ചു. ഇതൊന്നും പ്രശ്നമല്ല അച്ചോ എനിക്ക്. കാരണം ദൈവം എന്നെ ഓർക്കുന്നു, ദൈവം എന്നെ താങ്ങുന്നു, ദൈവം എന്നെ അംഗീകരിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സംരക്ഷിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ കൈകളിലാണ്. പ്രിയപ്പെട്ടവരെ, ലിസുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ പ്രഖ്യാതമായിട്ടുള്ള ആത്മകഥ ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. ഈ ചെറിയ പുഷ്പത്തിൽ സർവ്വനന്മയായിരിക്കുന്ന ദൈവം നിറച്ചു വെച്ചിട്ടുള്ള വരനിരകളുടെ കഥകൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞ് പാടിപ്പുകഴ്ത്താം. ഇത് തന്നെയായിരിക്കും നമ്മുടെ അനുഭവവും. ഏറ്റവും വലിയ വരനിര എന്താണ്? കർത്താവ് തന്നെ, യേശു തന്നെ, സുവിശേഷം തന്നെ, ദിവ്യകാരുണ്യം തന്നെ, പ്രാർത്ഥന തന്നെ, സമർപ്പണം തന്നെ. ഇതിലേക്കൊക്കെ എന്നെ കൊണ്ടുവന്ന ദൈവത്തെ എത്ര സ്തുതിച്ചാലും, എത്ര പുകഴ്ത്തിയാലും, എത്ര മഹത്വപ്പെടുത്തിയാലും, എത്ര ആരാധിച്ചാലും, എത്ര പ്രഘോഷിച്ചാലും, എത്ര ഏറ്റു പറഞ്ഞാലും എനിക്ക് മതി വരുമോ? വരില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഹൃദയം പവിത്രമാകും, നമ്മുടെയൊക്കെ ഹൃദയം സ്നേഹസമ്പുഷ്ടമാകും, നമ്മുടെയൊക്കെ ഹൃദയം ആർദ്രമാകും, നമ്മുടെയൊക്കെ ഹൃദയം സമർപ്പണസന്നദ്ധമാകും, നമ്മുടെയൊക്കെ ഹൃദയം കൃതജ്ഞതാ നിർഭരമാകും, നമ്മുടെയൊക്കെ ഹൃദയം ദൈവത്തെക്കൊണ്ട്, യേശുവിനെക്കൊണ്ട്, ആത്മാവിനെക്കൊണ്ട്, സഭയെക്കൊണ്ട്, ദിവ്യകാരുണ്യത്തെക്കൊണ്ട്, സുവിശേഷത്തെക്കൊണ്ട്, സഹോദരങ്ങളെക്കൊണ്ട്, പ്രകൃതിയെക്കൊണ്ട്, എല്ലാവരെ കൊണ്ടും നിറഞ്ഞ ഹൃദയം. അവിടെ ശൂന്യതയില്ല. പലരും പറയുന്നതാണ് ആകപ്പാടെ ശൂന്യതത്വം, ഒന്നുമില്ലായ്ക, നഷ്ടപ്പെടൽ, ഒറ്റപ്പെട്ടു പോകൽ, അവഗണിക്കപ്പെട്ടു പോകൽ, ആലംബമില്ലായ്ക, വീണടിഞ്ഞു പോകൽ, ഇതൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഇല്ലാതെ വരണമെങ്കിൽ ഈ ഓർമ്മ, ഓരോന്നോരോന്നോരോന്ന് ഓർക്കുക. യേശുവിനെ ഓർക്കുക, സുവിശേഷത്തെ ഓർക്കുക, സഭയെ ഓർക്കുക, ദിവ്യകാരുണ്യത്തെ ഓർക്കുക, പരിശുദ്ധ അമ്മയെ ഓർക്കുക, നിങ്ങളുടെ കുടുംബങ്ങളെ ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മാതാപിതാക്കന്മാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ഓർക്കുക, കൊച്ചുമക്കളെ ഓർക്കുക, ഭാര്യയെ ഓർക്കുക, ഭർത്താവിനെ ഓർക്കുക, വീട്ടിലുള്ള വൃദ്ധജനങ്ങളെ ഓർക്കുക, സഹോദരി സഹോദരങ്ങളെ ഓർക്കുക, അയൽക്കാരെ ഓർക്കുക, പ്രകൃതി ഓർക്കുക. നിങ്ങളെ ഉപദ്രവിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നവരെ പോലും മറക്കാതെ സ്നേഹത്തോടുകൂടി, അർപ്പണത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, നല്ല മനസ്സോടുകൂടി, നല്ല വിചാരത്തോടുകൂടി ഓർക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ തന്നെ പറയും, എൻ്റെ ഈ കൊച്ചു ഹൃദയത്തിൽ, ഈ കൊച്ചു ഹൃദയമാകുന്ന പൂവിൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൃപ ഓരോ ദിവസവും ഓരോ സംഭവത്തിലൂടെയും നിറച്ചു വച്ചിരിക്കുന്ന വരനിരകളുടെ കഥകൾ ഞാൻ എത്ര 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 എണ്ണി പറഞ്ഞാലും ദൈവമേ, മനുഷ്യരെ, സഭയെ, യേശുവെ, ആത്മാവെ തീർന്നു പോകുന്നതല്ല. ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം, എല്ലാവരുമേ സ്തുതി, എല്ലാവരുമേ സ്തോത്രം, ദൈവത്തിന് നന്ദി, എല്ലാവർക്കും നന്ദി. ഇങ്ങനെയൊക്കെ നന്ദിയുടെ മനുഷ്യരായിട്ട് ജീവിക്കുമ്പോൾ പിന്നെ അവിടെ ശൂന്യതയില്ല, അവിടെ ഒറ്റപ്പെടലില്ല, അവിടെ വീഴ്ചയില്ല, അവിടെ തളരലില്ല, അവിടെ അവഗണിക്കപ്പെടലില്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ ഓർമ്മയുടെ ഒന്നാമത്തെ കാര്യം. പക്ഷേ ഈ ഓർമ്മയെ തന്നെ നമ്മൾ വീണ്ടും 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 അപകീർത്തിക്കുകയാണെങ്കിൽ അതിനടിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. യേശുവിൻ്റെ ഓർമ്മയാണ് ദിവ്യകാരുണ്യം. യേശു പറയുന്നുണ്ട്, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. അവിടെ യേശുവിന് ആ ദിവ്യകാരുണ്യം തൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കൂടി സമാഹരിച്ചിട്ട്, തമ്പുരാൻ്റെ മുമ്പിൽ സമാഹരിച്ചിട്ട്, ധ്യാനിച്ചോർത്തിട്ട്, പ്രാർത്ഥനാപൂർവ്വം ഓർത്തിട്ട് തൻ്റെ ജീവിതത്തെ യേശുവിന് സമാഹരിക്കാനായിട്ട്, സംക്ഷേപിക്കാനായിട്ട് പറ്റിയ ഒരു വാക്കായിട്ട് തോന്നിച്ചത് താങ്ക്സ് ഗിവിങ്. യൂക്കറിസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്, താങ്ക്സ് ഗിവിങ്. അവൻ അപ്പം കയ്യിലെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത്, ഞാനാകുന്ന അപ്പത്തെ ഞാൻ എല്ലാ ദിവസവും യേശുവിനോടൊപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ കയ്യിലെടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. ദൈവത്തോട് നന്ദി, എല്ലാവരോടും നന്ദി. ഞാനിന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ദൈവമേ, അതെൻ്റെ യോഗ്യതയല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ ചിന്താശേഷിയല്ല, എൻ്റെ പ്രതിജ്ഞയല്ല, നിൻ്റെ ദാനം, നിൻ്റെ ആത്മാവിൻ്റെ ദാനം, നിൻ്റെ സുവിശേഷത്തിൻ്റെ ദാനം, നിൻ്റെ സഭയുടെ ദാനം, നിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ ദാനം, തിരുമാതാവിൻ്റെ ദാനം, എല്ലാവരുടെയും ദാനം. നന്ദിയുടെ മനുഷ്യർ. പ്രിയപ്പെട്ടവരെ,
കുറേ നാൾ മുമ്പ് ഒരാൾ വീണ്ടും ഏതോ കാര്യത്തിന് എൻ്റെ അടുത്ത് വന്നപ്പോൾ പറയണ്ടായി, അച്ചോ, ഈ ലോകത്തിൽ ഇല്ലാത്ത കാര്യം നന്ദിയാണ്. കാരണം ആർക്കും ആരോടും നന്ദി പറയാനായിട്ട് സമയമില്ല. ഞാൻ ചോദിച്ചു, സഹോദര, 2 വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്നില്ലേ? തിങ്ക് ആൻഡ് താങ്ക്. ഇത് രണ്ടും വളരെ കേട്ടാൽ തന്നെ ഏതാണ്ട് സാരൂപ്യമുള്ള വാക്കുകളാണ്. ഈ താങ്ക്സ് വരാത്തതിന് കാരണം ആളുകൾ വേണ്ട പോലെ ചിന്തിക്കുന്നില്ല. മാതാവ് ചിന്തിച്ചു, ധ്യാനിച്ചു, ആലോചിച്ചു. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി, തിരസ്കരണങ്ങളുണ്ടായി, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായി, വേദനകളുണ്ടായി, വ്യഥകളുണ്ടായി, കുരിശുകളുണ്ടായി. എങ്കിലും ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ സർവശക്തനായിരിക്കുന്നവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. സർവശക്തനായിരിക്കുന്നവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ ഇല്ലായ്മയെ തൃക്കൺ പാർത്തു. ദൈവമേ നന്ദി. കർത്താവിൻ്റെ കരുണകൾ ഞാൻ പാടിപ്പുകഴ്ത്തും. അന്തമില്ലാത്ത തരത്തിൽ, അവസാനമില്ലാത്ത തരത്തിൽ എണ്ണി എണ്ണി പാടി അവിടുത്തെ ഞാൻ പ്രകീർത്തിക്കും. ചിന്തിച്ചു നോക്കിയാൽ എല്ലാവരോടും നന്ദി പറയാനേ കാര്യമുള്ളൂ. നിങ്ങൾ നിൽക്കുമ്പോൾ, പ്രകൃതിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു പൂവ്, അതിൻ്റെ മുമ്പിൽ പോലും ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ നന്ദിയോടുകൂടി നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ മുമ്പിൽ നിറമായിട്ട്, നിങ്ങളുടെ മുമ്പിൽ സൗരഭ്യമായിട്ട്. എന്നിട്ട് പറയുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ നീ നിൻ്റെ നിറം കെടുത്തിക്കളയരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ നീ സുഹൃതത്തിൻ്റെ സൗരഭ്യം കെടുത്തിക്കളയരുത്. മനുഷ്യരുടെ മുമ്പിലും നീ നിറമുള്ളവനായിട്ട്, സൗരഭ്യമുള്ളവനായിട്ട്, നന്മയുള്ളവനായിട്ട്, പ്രസാദമുള്ളവനായിട്ട്, സുഹൃതമുള്ളവനായിട്ട്, മനസ്സിൻ്റെ ആർദ്രതയുള്ളവനായിട്ട്, വാത്സല്യമുള്ളവനായിട്ട്, അവനവൻ്റെ കാര്യങ്ങളൊക്കെ മറന്ന് ഈ പൂ നിൽക്കുന്നത് പോലെ എല്ലാം ദൈവമേ നിനക്ക് നിൻ്റെ മുമ്പിൽ വിരിഞ്ഞ്, മനുഷ്യരുടെ മുമ്പിലും എല്ലാ മനുഷ്യരെ നിങ്ങൾക്ക്, നിങ്ങളിലേക്ക് ഞാൻ നാളെ കൊഴിഞ്ഞ് ഞാൻ ഫലമാകും. നിങ്ങൾ വരണം, എടുക്കണം, മുറിക്കണം, ഭക്ഷിക്കണം, ആനന്ദിക്കണം, പങ്കുവയ്ക്കണം. ഇതുപോലെയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആരോടാണ് നമുക്ക് നന്ദി പറയാനില്ലാത്തത്? എല്ലാവരോടും. കുടുംബത്തിലായാലും, ദേവാലയത്തിലായാലും, ജോലിസ്ഥലത്തായാലും, പ്രകൃതിയിലായാലും, സുവിശേഷത്തിൻ്റെ മുമ്പിലായാലും, പ്രാർത്ഥനയിലായാലും, എവിടെയും ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. ഈ തരത്തിലുള്ള സ്മരണയുടെ മനുഷ്യർ അപ്പോൾ മറക്കില്ല. ഇതൊക്കെ ആളുകൾ എപ്പോഴും വന്ന് വാക്കിൽ പറയണമെന്നില്ല. വാക്കിലൊക്കെ പറയുന്നത് പലപ്പോഴും ചില ഔപചാരികത, ഫോർമാലിറ്റി ആകും. തൊട്ടതിനും പിടിച്ചതിനൊക്കെ നല്ല താങ്ക്സ് എന്നൊക്കെ പറഞ്ഞു വരും. അതല്ല, അതിനേക്കാളൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ, ചിന്തിക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ നന്ദി ഉണ്ടാകും. ഇതാണ് യേശുവിൻ്റെ നന്ദി, ദിവ്യകാരുണ്യത്തിൻ്റെ നന്ദി, സുവിശേഷത്തിൻ്റെ നന്ദി. യേശു അപ്പം കയ്യിലെടുത്തിട്ട് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. ദൈവമേ, എനിക്കൊന്നും മറക്കാൻ പറ്റില്ല, നിന്നെ മറക്കാൻ പറ്റില്ല. ആദിയിൽ ഞാൻ വചനമായിട്ട് നിൻ്റെ മനസ്സിലിരുന്ന ആ കാലത്തെ മറക്കാൻ പറ്റില്ല, നിൻ്റെ ആത്മാവിനെ മറക്കാൻ പറ്റില്ല, എൻ്റെ അമ്മയെ മറക്കാൻ പറ്റില്ല, ഈ ജനങ്ങളെ മറക്കാൻ പറ്റില്ല, ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ മറക്കാൻ പറ്റില്ല, അവരിൽ നിന്നുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പോലും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം എനിക്കെല്ലാം നന്മയ്ക്കായിട്ട് ഭവിച്ചു. ഞാനൊരു കാര്യം ചെയ്താൽ മതി. പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് ഭവിക്കും. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം എല്ലാ കാര്യങ്ങളിലും കണ്ട്, ഒന്നൊഴിയാതെ കണ്ട്, സകലത്തിലും കണ്ട്, ചിന്തിച്ച് മനസ്സിലാക്കി, അപഗ്രഥിച്ച് മനസ്സിലാക്കി, ആഴത്തിലേക്ക് ഇറങ്ങി മനസ്സിലാക്കി, അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം കാണുന്നവർക്ക് ഒന്നേ ഉണ്ടാവൂ മനസ്സിൽ, ദൈവമേ കൃതജ്ഞത, നന്ദി, സ്തോത്രം, സന്തോഷം, എനിക്കൊരു പരാതിയില്ല. ഇതാണ് യേശു, ഇതാണ് ദിവ്യകാരുണ്യത്തിലെ യേശു. പിന്നെ കണക്ക് കൂട്ടലില്ല. കാരണം എല്ലാ മനുഷ്യരോടും നന്ദി പറയുമ്പോൾ എനിക്ക് തിരികെ കിട്ടുമോ, എന്തുമാത്രം കിട്ടും, എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും, അങ്ങനെ കണക്ക് കൂട്ടലൊന്നുമില്ല. യേശു എല്ലാവരോടും പറയുന്നു, ഞാൻ നന്ദിയാണ്, ഞാൻ സ്നേഹമാണ്, ഞാൻ കടപ്പാടാണ്, ഞാൻ സ്വന്തമാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാതെ വരിക, കൈനീട്ടുക, എടുക്കുക, ഭക്ഷിക്കുക, എന്നെ എൻ്റേതാക്കുക, നിങ്ങൾ എൻ്റേതാണ്. ഇങ്ങനെയുള്ളൊരു സംലിപ്തത, എല്ലാവർക്കും കൊടുക്കാനുള്ള കഴിവ്, എല്ലാവരോടും ബന്ധപ്പെടാനുള്ള കഴിവ്, എല്ലാവരെയും ഓർക്കാനുള്ള കഴിവ്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കഴിവ്. ഇതാണ് സുവിശേഷം നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയെപ്പോലും, നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നതാണ്, എല്ലാവരും വരും,
ശത്രുക്കൾ വരും, രോഗികൾ വരും, ബുദ്ധിമുട്ടനുഭവിക്കുന്നവരും, കുടുംബാംഗങ്ങൾ വരും, അകലെയിരിക്കുന്നവരും, മരിച്ചവർ വരും, ജീവിച്ചിരിക്കുന്നവരും. വരാത്ത ഒരാളെ ഉണ്ടാവുള്ളൂ ഞാൻ. എന്ന് വെച്ചാൽ എൻ്റെ കാര്യം നടക്കണം, എനിക്ക് സുഖമായിരിക്കണം, എനിക്ക് ബുദ്ധിമുട്ട് പാടില്ല. അതല്ല വരിക. വരുന്നത് എന്തായിരിക്കും വെച്ചാൽ, ദൈവമേ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവരും അനുഗ്രഹീതരാകട്ടെ, എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ. മാതാവൊക്കെ കുരിശിൻ്റെ കീഴിൽ നിന്നിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകണം, എൻ്റെ വേദനകളൊക്കെ അകന്നു പോകണം എന്ന് വിചാരിച്ച ആളല്ല. കുരിശിൻ്റെ ചുവട്ടിലൊക്കെ നിന്നിട്ട് തൻ്റെ തിരുക്കുമാരൻ്റെ കയ്യിലെടുത്തത്, ദൈവമേ നിനക്കുള്ള കാഴ്ച, ദൈവമേ നിനക്കുള്ള സ്തോത്രം. ഈ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങൾ എല്ലാവർക്കുമായിട്ട് മുറിക്കപ്പെട്ട് എല്ലാവർക്കും രക്ഷയ്ക്ക്, എല്ലാവർക്കും മോചനത്തിന്, എല്ലാവർക്കും സമാധാനത്തിന്, എല്ലാവർക്കും ഐക്യത്തിന്, എല്ലാവർക്കും നന്മയ്ക്ക് കാരണമാകട്ടെ. അതിനുവേണ്ടി ഞാൻ എന്തും സഹിക്കാം, അവസാനം വരെ സഹിക്കാം. എൻ്റെ തിരുക്കുമാരൻ്റെ കുരിശുമരണം വരെ സഹിക്കാം. അത് കഴിഞ്ഞ് ആ തിരുക്കുമാരൻ്റെ മൃതദേഹം എൻ്റെ മടിയിലിരുത്തി അത് കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് പോലും ഞാൻ സഹിച്ചു കൊള്ളാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മിലൊക്കെ വലിയ 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 മാനുഷികതയാണ് ഉണരുക, വെറും ദൈവികതയല്ല. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞതുപോലെ 2 കാര്യങ്ങളെ നമ്മൾ ഭയപ്പെടണം. ഒന്ന്, ദൈവികതയില്ലാത്ത മാനുഷികതയെ. അതുപോലെ തന്നെ ഭയപ്പെട്ട ഒരു കാര്യമാണ് മാനുഷികതയില്ലാത്ത ദൈവികതയെ. ദൈവികത എൻ്റെ കാര്യം, എൻ്റെ പുണ്യം, എൻ്റെ രക്ഷ, എൻ്റെ ആനന്ദം, എൻ്റെ രോഗം മാറൽ, ഇത്രയേ ഉള്ളൂ എനിക്ക് ജീവിതത്തിൽ. അവരൊക്കെ മാനുഷികതയില്ലാത്ത ദൈവികതയെ തേടി നടക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, യേശു വലിയൊരു സംയുക്തിയാണ്, ചേർച്ചയാണ്, ഐക്യമാണ്. എന്തിൻ്റെ? ദൈവികതയുടെയും മാനുഷികതയുടെയും. പൗലോസ് പറയുന്നത് ഡിവിനിറ്റി കോർപ്പോറിയലി പ്രസൻറ്റ്, ദൈവികത ശരീരരൂപം ധരിച്ചിരിക്കുന്നു യേശുവിൽ. പ്രിയപ്പെട്ടവരെ, രണ്ടും നഷ്ടപ്പെടരുത്. ദൈവികത നഷ്ടപ്പെടരുത്. ഉയരാനുള്ള കഴിവ്, സ്തോത്രം ചെയ്യാനുള്ള കഴിവ്, നന്ദി പറയാനുള്ള കഴിവ്, പശ്ചാത്തപിക്കാനുള്ള കഴിവ്, നമസ്കരിക്കാനുള്ള കഴിവ്, ആരാധിക്കാനുള്ള കഴിവ്, സമർപ്പിക്കാനുള്ള കഴിവ് ഒന്നും നഷ്ടപ്പെടരുത്. തമ്പുരാൻ്റെ കയ്യിലാകണം ദൈവികത. താഴാനുള്ള കഴിവ് നഷ്ടപ്പെടരുത്. അലിവോടുകൂടി, ആർദ്രതയോടുകൂടി, ക്ഷമയോടുകൂടി, മറക്കലോടുകൂടി, പൊറുക്കലോടുകൂടി എല്ലാ മനുഷ്യരുടെയും കൈകളിലേക്ക് അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് ചിന്തപ്പെടുന്ന രക്തം, മുറിക്കപ്പെടുന്ന ശരീരം എന്ന് പറഞ്ഞ് അത് മാനുഷികതയാണ്. അവിടെ എൻ്റെ കാര്യമല്ല. പലരും വിചാരിക്കും എൻ്റെ അസുഖം മാറി, എൻ്റെ ബുദ്ധിമുട്ട് മാറി, എൻ്റെ വേദന മാറി. മറ്റുള്ളവൻ്റെ അസുഖമോ മറ്റുള്ളവൻ്റെ വേദനയോ മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ടോ അതെനിക്ക് പ്രശ്നമില്ല, എൻ്റെ കാര്യം നടന്നു. ഇതല്ല. നമ്മൾ സാധാരണയൊക്കെ പണ്ടൊക്കെ പറയില്ലേ, ഉദ്ദിഷ്ട കാര്യം സാധിച്ചതിന് ഉപകാരസ്മരണ, താമസത്തിന് ക്ഷമാപണം. അതല്ല ഇത്. എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം നടന്നു, ഏതായാലും നടന്നപ്പോൾ കാര്യം കൈ കിട്ടിയല്ലോ, അപ്പോൾ നന്ദി പറയാൻ അല്പം താമസിച്ചും പോയി, കാര്യം കൈ കിട്ടി, അതിന് ക്ഷമാപണം. അതല്ല. എൻ്റെ കാര്യം നടക്കലല്ല സുവിശേഷം. എൻ്റെ കാര്യം നടക്കലല്ല സുവിശേഷം. എല്ലാ മനുഷ്യർക്കും നല്ല വിശേഷങ്ങളുണ്ടാകലാണ്. ദൈവത്തിന് നല്ല വിശേഷം, സഭയ്ക്ക് നല്ല വിശേഷം, കുടുംബത്തിന് നല്ല വിശേഷം, സമൂഹത്തിന് നല്ല വിശേഷം, ഈ ധ്യാന സമൂഹങ്ങൾക്ക് നല്ല വിശേഷം, ലോകത്തിന് നല്ല വിശേഷം, പക്ഷിമൃഗാദികൾക്ക് നല്ല വിശേഷം, സസ്യലതാദികൾക്ക് നല്ല വിശേഷം, വായുവിന് നല്ല വിശേഷം, ജലത്തിന് നല്ല വിശേഷം, ശത്രുക്കൾക്ക് നല്ല വിശേഷം, സകലർക്കും പിതാവേ നല്ല വിശേഷം. ഇതുണ്ടാകലാണ് സുവിശേഷം. പക്ഷേ അവിടെയൊക്കെ നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അമിതമായിട്ട് അസ്വസ്ഥരാകരുത്. അതൊക്കെ തമ്പുരാന് സമർപ്പിക്കുക. സമർപ്പിച്ച് കഴിയുമ്പോൾ തമ്പുരാൻ്റെ ഹിതപ്രകാരം ചിലപ്പോൾ മാറ്റിത്തരും. ചിലപ്പോൾ ഉടനെ മാറ്റിത്തരും. ചിലപ്പോൾ നമ്മുടെ ക്ഷമ പരീക്ഷിക്കാനായിട്ട്, എളിമ പരീക്ഷിക്കാനായിട്ട്, വിശ്വാസം പരീക്ഷിക്കാനായിട്ട്, സ്നേഹം പരീക്ഷിക്കാനായിട്ട്, ശരണം പരീക്ഷിക്കാനായിട്ട് ഉടനെ മാറ്റിത്തന്നില്ലെന്ന് വരും. എന്നാലും മാറ്റിത്തന്നാൽ തമ്പുരാനെ സ്തുതി. ഞാൻ എന്തുകൊണ്ടാണ് മാറ്റിത്തരുന്നതിന് സ്തുതി പറയുന്നത്? അത് മാറിക്കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ബുദ്ധിമുട്ടിലിരിക്കുന്ന എത്രയോ ആളുകൾ ഇനിയുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ രോഗം മാറിക്കിട്ടപ്പോൾ സ്തുതിച്ചത്? രോഗം മാറിക്കിട്ടിയുള്ള സുഖം എന്താണെന്ന് ഞാൻ മനസ്സിലായി. എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുകയില്ല. ദൈവമേ, ഈ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന അനേകം പേര് ഇനിയുണ്ട്. അവരെ നീ മറക്കല്ലേ. എനിക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അവരെ നീ എൻ്റെ പക്കലേക്ക് കൊണ്ടുവരണമേ. എൻ്റെ കഴിവ് പോലെ അവരെ വചനത്തിലേക്ക്, സുവിശേഷത്തിലേക്ക്, ആത്മാവിലേക്ക്, നിന്നിലേക്ക്, സ്തുതിയിലേക്ക്, ശരണത്തിലേക്ക്, സ്തോത്രത്തിലേക്ക്, സമർപ്പണത്തിലേക്ക് നയിക്കാനുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ, ചെറിയ ചെറിയ ശക്തികൾ, ചെറിയ ചെറിയ കൃപകൾ ഒന്നുമല്ലാത്ത എനിക്ക് നീ നൽകണമേ എന്നൊക്കെ പറഞ്ഞിട്ട്
അനുഗ്രഹം കിട്ടിയിരിക്കുന്ന ആളുകൾ, നന്മ കിട്ടിയിരിക്കുന്ന ആളുകൾ, ഉപകാരങ്ങൾ കിട്ടിയിരിക്കുന്ന ആളുകൾ എല്ലാവരുടെ പക്കലേക്ക് ഓടും. മാതാവിന് യേശുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ, വചനത്തെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എലീസ്ബായുടെ പക്കലേക്ക് ഓടിയതുപോലെ ധൃതിയിൽ ഓടിയെന്നാണ് പറയണത്. എല്ലാവരുടെ പക്കലേക്ക് ഓടും. പ്രസരണം ഉണ്ടാകും, നീക്കം ഉണ്ടാകും, വിചാരം ഉണ്ടാകും, മറ്റുള്ളവരെക്കുറിച്ചുള്ള വിചാരം, മറ്റുള്ളവരെക്കുറിച്ചുള്ള വിവേകം ഉണ്ടാകും. എൻ്റെ കാര്യം മാത്രം ഞാൻ ഓർത്താൽ പോരാ, സർവോപരി ദൈവത്തെക്കുറിച്ച്. ദൈവമേ, എല്ലാം നിൻ്റെ കൃപയാണ്, എല്ലാം നിൻ്റെ അനുഗ്രഹമാണ്. നീ എന്നെ ഈ പ്രാർത്ഥനയിൽ കൊച്ചു 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 താലന്തുകൾ കൈയേൽപ്പിച്ചിരിക്കുന്നു. ഈ താലന്തുകൾ ഞാൻ വികസിപ്പിക്കണം. എങ്ങനെയാണ് വികസിപ്പിക്കേണ്ടത്? മറ്റുള്ളവരുമായിട്ട് വിനിമയം ചെയ്ത്, എന്ന് വെച്ചാൽ ഈ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ അറിയിച്ച്, ഈ നന്ദിയിൽ മറ്റുള്ളവരുടെ ആയിട്ട് പങ്കുചേർന്ന്, ഈ അനുഗ്രഹങ്ങൾക്കായിട്ട് മറ്റുള്ളവരോടൊപ്പം നിന്നെ മഹത്വപ്പെടുത്തി സന്തോഷിച്ച്, സുവിശേഷത്തിലെ സ്ത്രീ പറഞ്ഞതുപോലെ കാണാതെ പോയതിൻ്റെ നാണയം കണ്ടുകിട്ടിയിരിക്കുന്നു, വരിക, ആനന്ദിക്കുക, നന്ദി പറയുക, മഹത്വപ്പെടുത്തുക, സന്തോഷിക്കുക. അങ്ങനെ എല്ലാവരുമായിട്ട് സന്തോഷിച്ച്, എല്ലാവരുമായിട്ട് പകർന്നു കൊടുത്ത്, എല്ലാവരെയും ഉണർത്തി, എല്ലാവരെയും ഉയർത്തി, അങ്ങനെ എല്ലാവരും കൂടി. എന്നിട്ട് വേണം ഈ കൊച്ചു കൊച്ചു നാണയങ്ങളെ ഞാൻ വളർത്തി, 1 കിട്ടിയവൻ 1 കൂടിയാക്കി, 2 കിട്ടിയവൻ 2 കൂടിയാക്കി, 5 കിട്ടിയവൻ 5 കൂടിയാക്കി. ദൈവമേ, നീ ഏൽപ്പിച്ചത് മുഴുവൻ നിനക്ക് ഞാൻ നൽകുന്നു. നിനക്ക് സമർപ്പണം, നിനക്ക് സമർപ്പണം. എന്തിനു വേണ്ടിയിട്ട്? യേശുവിനോടൊപ്പം, യേശുവിൻ്റെ ശരീരത്തോടൊപ്പം എല്ലാവർക്കും കൊടുത്ത്, യേശുവിനോടൊപ്പം ഞാൻ നിന്നിലാകണം, യേശുവിനോടൊപ്പം ഞാൻ എല്ലാവരിലും ആകണം. എല്ലാവരുടെ സന്തോഷം, എല്ലാവരുടെയും നന്ദി, എല്ലാവരുടെയും പുകഴ്ച, എല്ലാവരുടെയും സമർപ്പണം, എല്ലാവരുടെയും സ്തോത്രം, എല്ലാവർക്കും സുവിശേഷം, നല്ല വിശേഷം. ഇതിനൊക്കെ അനുഗ്രഹം നൽകിയതിന് വീണ്ടും വീണ്ടും കർത്താവിനെ സ്തുതിക്കുക. ഇതിനൊക്കെ അനുഗ്രഹം നൽകിയതിന് വീണ്ടും വീണ്ടും കർത്താവിനെ സ്തുതിക്കുക. ജീവിതത്തിൽ തന്നെ ഓരോ ദിവസത്തെയും വാക്കിലൂടെയും വിചാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ഇതൊക്കെ തമ്പുരാനുള്ള സമർപ്പണമാക്കി തീർക്കുക. നന്ദിയുടെ സമർപ്പണം, ഓർമ്മയുടെ സമർപ്പണം. അതുപോലെ തന്നെ ആരെയും മറക്കാതെ, ഒരാളെയും വിസ്മരിക്കാതെ എല്ലാവർക്കും നൽകി എല്ലാവരുടെ മനസ്സിലും ഓർമ്മകളാക്കി തീർക്കാനുള്ള അനുഗ്രഹം എനിക്ക് കിട്ടട്ടെ, നിങ്ങൾക്ക് കിട്ടട്ടെ, എല്ലാവർക്കും കിട്ടട്ടെ. ദൈവമേ, നന്ദി, സ്തുതി, സ്തോത്രം, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.